ഗുഡ് മോർണിംഗ് ഷാലോ. നിങ്ങൾക്ക് സമാധാനം. എല്ലാ പ്രിയമുള്ളവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾ സന്തോഷവും ശുഭവുമായിരിക്കട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുകയും യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹകരമായി തീരുന്നത് എപ്പോഴും ശ്രദ്ധയോടുകൂടെ നമ്മുടെ കർത്താവിനെ നോക്കുക എന്നുള്ളതാണ്. യേശുവിനെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ശ്രദ്ധയോടുകൂടെ യേശുവിനെ നോക്കിക്കഴിഞ്ഞാൽ, മറ്റുള്ള ശ്രദ്ധകളിൽ നിന്ന് നമ്മൾ വിമുക്തരായി തീരുവാനിടയായിത്തീരും. പലപ്പോഴും നാം യേശുവിനെ നോക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. എന്നാൽ ആ നോട്ടം ശ്രദ്ധയോടുകൂടെ ആകണമെന്ന് ഇല്ല. നാം ഒരു ഫോട്ടോ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിനിടത്തും വലത്തും പല വ്യക്തികളെയും കാണാം, അല്ലെങ്കിൽ പല കാഴ്ചകളും കാണാം. നമ്മുടെ ശ്രദ്ധ ഏതിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതുമാത്രമായിരിക്കും നമ്മുടെ ആഗ്രഹവും നമ്മുടെ ആശയും. അങ്ങനെയെങ്കിൽ യേശുവിനെയാണ് ശ്രദ്ധയോടുകൂടെ നാം നോക്കേണ്ടത്. കാരണം ആ കർത്താവ് നമ്മുടെ മഹാപുരോഹിതനും നമ്മുടെ രക്ഷകനും എല്ലാമാകയാൽ നമ്മുടെ ഏതാവശ്യങ്ങൾക്കും നമ്മളോട് കരുണ കാണിക്കുന്ന, നമ്മളെ സൂക്ഷിക്കുന്ന, സ്നേഹിക്കുന്ന ആ കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുകയല്ലേ നല്ലത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ പൗലോസ് അല്ലെങ്കിൽ ഈ ലേഖനക്കാരൻ പറയുന്നു, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. സുവിശേഷത്തിൽ, മർക്കോസ് സുവിശേഷത്തിൽ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയ അനേകരുണ്ടെന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. 12 സംവത്സരമായി രക്തസ്രാവമുള്ള ഒരു സഹോദരി. അവളുടെ ജീവിതത്തിൽ നീണ്ട വർഷങ്ങൾ, 1-2 അല്ല 12 വർഷങ്ങളോളം അവൾ രോഗത്തോട് മല്ലടിച്ച് ആ രോഗത്തിന് വിധേയപ്പെട്ട് അവളുടെ ജീവിതം തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലായി. നഷ്ടങ്ങൾ അവൾക്ക് പലതുമുണ്ടായി. ലോകവൈദ്യന്മാരാൽ അവൾ ശുശ്രൂഷയ്ക്ക് പോയിട്ടും അവൾക്ക് അവിടുന്ന് ഒരാശ്വാസമോ ഒരു സൗഖ്യമോ ലഭിച്ചില്ല. അവൾ തള്ളപ്പെട്ടവളായി, സമൂഹത്തിൽ തള്ളപ്പെട്ടവളായി അവൾ മാറി. അവളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു, അവളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു, സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ അവളെ കൈയൊഴിഞ്ഞു. എന്നാൽ അവളുടെ ജീവിതത്തിൽ അവൾ ആത്മഹത്യയായി പോയില്ല. സ്തോത്രം, ദൈവത്തിൻ്റെ സ്നേഹമാണത്. പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ മനുഷ്യരുടെ ചില തീരുമാനങ്ങളുണ്ട്. അത് ആത്മഹത്യയാണ്, ഒളിച്ചോടുകയാണ്. ഒരിക്കലും ഒളിച്ചോട്ടം ഒരു പരിഹാരമേ അല്ല. എന്നാൽ യേശു വരുന്നതറിഞ്ഞ് അവൾ പല പ്രതിസന്ധികളുണ്ടായിട്ടും പല തടസ്സങ്ങളുണ്ടായിട്ടും അവൾ യേശുവിനെ കാണുവാൻ തക്കവണ്ണം ചെല്ലുന്നു. അവൾ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടു. സ്തോത്രം. അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ ആരോ തൊട്ടു. അവൾക്ക് മനസ്സിലായി അവളുടെ ജീവിതത്തിൽ എന്തോന്ന് സംഭവിച്ചു. പ്രിയമുള്ളവരെ, ശ്രദ്ധയോടെ യേശുവിനെ നോക്കുന്നവർക്ക് മാത്രമേ യേശുവിനെ ആത്മാർത്ഥമായിട്ട് തൊടാൻ പറ്റൂ. ചുറ്റുപാട് ശിഷ്യന്മാർ പറയുകയാണ്, ഗുരു നീ എന്താണ് ഈ പറയുന്നത്? എത്രയോ പേര് നമ്മളെ ചുറ്റി നടക്കുന്നു, നീ ഒരാൾ മാത്രം തൊട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം? അതായത് ശ്രദ്ധിച്ചു നോക്കുന്നവന് മാത്രമേ ശ്രദ്ധയോടുകൂടെ തൊടുവാൻ പറ്റൂ. പത്രോസ്, യോഹന്നാൻ, അന്ത്രയോസ്, തോമാസ് ഇവരെല്ലാവരും കൂടെ ഉണ്ട്. ഇവരൊക്കെ തൊടുന്നുണ്ട്. പക്ഷെങ്കിൽ ആ തൊടിയിലൊക്കെ യാഥാർത്ഥ്യമല്ലാതായി മാറുമ്പോൾ ജീവിതത്തിൽ ആവശ്യബോധത്തോടുകൂടെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ യേശുവിനെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നമായിരുന്നാലും ആ പ്രശ്നത്തിന് വിടുതലുണ്ടാകും. അതുകൊണ്ട് ഇന്ന് ഈ സമയം സ്നേഹത്തോട് പറയട്ടെ, നിങ്ങൾ ഭാരപ്പെടരുത്. ശ്രദ്ധയോടുകൂടെ യേശുവിനെ നോക്കുക. നിങ്ങൾക്ക് സൗഖ്യം വരും, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും, നിങ്ങൾ അത്ഭുതങ്ങളെ കാണുവാനിടയായിത്തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപകരണം ഇവരെ അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.